അതേടാ, എനിക്ക് ഭ്രാന്ത് വന്നവര് എന്താ ചെയ്യാന്ന് അവർക്ക് തന്നെ അറിയില്ല. ഈ നിലത്ത് കിടക്കുന്ന ചോറും കൂട്ടാനൊന്നും നീയോ നിന്റെ അഭിയോട്ടനെ ഈ കിടക്കുന്ന അമ്മയോ അധ്വാനിച്ചുകൊണ്ടൊന്നല്ല, എന്റെ വിയർപ്പാ. മര്യാദക്ക് ഇതൊക്കെ വാരിയിട്ട് ഇവിടെ വൃത്തിയാക്കിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും. ഭ്രാന്തിക്ക് എന്തു ചെയ്യാം? അവളുടെ ഭാവം കണ്ടപ്പോൾ അർജുനൻ ചെറിയ ഭയം തോന്നി. നീ ഉപയോഗിക്കുന്ന മൊബൈല്, നിന്റെ ഡ്രസ്സ്, എന്തിന്? അടിവസ്ത്രം പോലെ എന്റെ പൈസയാ. അല്ല, നിന്റെ അഭിയേട്ടം കൊണ്ടുവന്നൊന്നല്ല. എന്റെ ചെലവിൽ നിൽക്കുമ്പോ എന്നെ അനുസരിക്കണം. പറ്റില്ലെങ്കിൽ ഏട്ടന്റെ അടുത്തേക്ക് പോയിക്കോ. ഏട്ടൻ അത്ര കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാ പോലീസുകാർ വീട്ടിൽ നമ്മൾ ചോദിച്ചപ്പോ എന്റെ കൊടുത്ത് ഏട്ടൻ വരില്ലായിരുന്നോ? മതി മോളെ, നിർത്ത്, സുമതി യാചിച്ചു. അയൽക്കാർ കേൾക്കട്ടെ അമ്മേ, കേൾക്കട്ടെ. അമ്മയുടെ ഇളയമോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പാ. കുറെ ദൂരെയുള്ള സ്കൂളിൽ പഠിക്കുമ്പോ ആരും ഒന്നും അറിയില്ലെന്നാ ഇവന്റെയൊക്കെ വിചാരം. കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീയിൽ ഇതൊക്കെയായിരുന്നു ചർച്ച. 2 ഗ്രൂപ്പായി അടികൂടുന്ന പിള്ളേരുടെ മുമ്പിൽ ഇവരുണ്ടായിരുന്നു പോലും. നാട്ടുകാർ അങ്ങനെ ചേച്ചിയെ കുറിച്ച് പലതും പറയുന്നുണ്ട്. ഞാൻ വല്ലതും ചോദിച്ചോ? അർജുൻ പറയുന്ന കേട്ട് അമൃത അവനെ നോക്കി. അതെ, ചേച്ചി ഇങ്ങനെ തുള്ളാൻ മാത്രമൊന്നും ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അയാളെ കണ്ടതിൽ ആവേശമായിരിക്കും. അവന്റെ വാക്കുകളിൽ പരിഹാസം കലർന്നു. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആ സുജാത ടീച്ചറുടെ മോന്റെ കൂടെയാ ചേച്ചി സ്റ്റേഷനിൽ വന്ന്. അയാളുടെ ഒരു പട്ടിഷോ. മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാനിട്ടല്ല. അമൃത അവന്റെ തൊട്ടരികിൽ ചെന്ന് നിന്നു. നീ പറഞ്ഞ സുജാത ടീച്ചറിന്റെ മോനെ എനിക്ക് ആരായിരുന്നറിയോ? എന്തുകൊണ്ട് ആ മനുഷ്യൻ ദൂരേക്ക് പോയിന്നറിയോ? എന്റെ സകല സ്വപ്നങ്ങളും കുഴിച്ചുമൂടിയതിന്റെ ഫലമായിട്ടാണ് നീയൊക്കെ ഇവിടം വരെ എത്തിയത്. നഷ്ടപ്പെടുത്തിയതിന്റെയൊക്കെ കണക്ക് ഞാൻ നേരത്തിയാ. അത് തന്നു തീർക്കാൻ നിന്റെ ഒരു ജന്മം പോരാതെ വരും. ഞാൻ കുളിച്ചിറങ്ങുമ്പോഴേക്കും ഇവിടെ ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അടുക്കളയിൽ കുറച്ച് മണ്ണെണ്ണിരിപ്പുണ്ട്, ഒഴിച്ച് കത്തിക്കും ഞാൻ. അവൾ തന്നെ മുറിയിൽ നിന്ന് മാറാനുള്ള വസ്ത്രങ്ങളുമായി കുളിമുറിയിലേക്ക് നടന്നു. തലവഴി ഒലിച്ചിറങ്ങുന്ന തണുത്ത വെള്ളത്തിൽ കണ്ണുനീരിന്റെ ചൂടും കലരുന്നുണ്ട്. പാടില്ല, കരയുന്ന തോൽവിയാണ്. അവൾ സ്വയം വിലക്കി. കുളി കഴിഞ്ഞ ഹാളിലെത്തിയപ്പോൾ അർജുൻ അവിടെ ഉണ്ടായിരുന്നില്ല. നിലം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. സുമതി TV ഓഫ് ചെയ്ത് സോഫയിൽ വിഷണ്ണയായി ഇരിക്കുന്നു. അമ്മ അത്താഴം കഴിച്ചോ? അവർ തലയാട്ടി. അമൃത മേശ വലിപ്പ് തുറന്ന് അവർക്ക് രാത്രി കഴിക്കാനുള്ള ഗുളികകൾ എടുത്തു നൽകി. അവരത് ഓരോന്നായി വായിലിട്ട് വെള്ളം കുടിച്ചു. ഇരിയാണോ മോളുടെ കൂടെ വന്ന്? അവരുടെ ചോദ്യം കേട്ട് അമൃത ചിരിച്ചു. ഇളയ മോനെ പോലീസ് പിടിച്ചതിനെ കുറിച്ച് അമ്മയ്ക്കൊന്നും അറിയണ്ട. എന്റെ കൂടെ ആരാണെന്ന് ഓർത്ത് ആദ്യമല്ലേ? ശരിയാ, ഗിരിയേട്ടന്റെ വണ്ടിയിലാണ് ഞാൻ പോയി വന്ന്. ഒരു പെണ്ണായി ഞാൻ രാത്രി പെരുമഴത്ത് തനിയെ ടൗൺ വരെ പോകുന്നതിനെ പറ്റിയൊന്നും അമ്മ ആലോചിച്ചില്ലല്ലോ. നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതെ, ഞാൻ ഇങ്ങനെയാ. എന്റെ സ്വഭാവം തെക്കോട്ട് എടുക്കുന്നവരെ മാറില്ല. എന്റെ കാര്യത്തിൽ ഒരാൾക്ക് ഇടപെടാനുള്ള അധികാരമില്ല, പ്രത്യേകിച്ച് അമ്മയുടെ ആൺമക്കൾക്ക്. ഈ വീടെങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കാത്ത ഒരാളും അഭിപ്രായം പറയരുത്. അമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോകണം. അവർ തലയാട്ടി. അമൃത അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോയി. അതിനുശേഷം ബെഡ്റൂമിൽ കിടത്തി. പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കിയപ്പോഴേക്കും വിശപ്പ് കെട്ടിയിരുന്നു. കുറച്ച് വെള്ളം കുടിച്ച് ലൈറ്റുകൾ ഓഫ് ചെയ്ത് അവൾ മുറിയിൽ ചെന്നു. സുമതിയുടെ ബെഡിന് താഴെ നിലത്ത് പായ വിരിച്ച് അവളും കിടന്നു. അജുവിന് ഒരു അബദ്ധം പറ്റിയതാ മോളെ. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. നീ ഇനി ദേഷ്യപ്പെടണ്ട, കുട്ടിയല്ലേ. കുറച്ച് വലുതാകുമ്പോൾ അവൻ മാറിക്കോളും. എല്ലാം പ്രായത്തിൻ്റെയാ. അമൃത മറുപടിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് അവൾക്കറിയാം. അമ്മക്ക് ആൺമക്കൾ രണ്ടുപേരുടെ ഒരു പ്രത്യേക വാത്സല്യമാണ്. പണ്ട് ഇതുപോലെ ഏട്ടനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ആ ഏട്ടനാണ് സ്വന്തം ജീവിതം നോക്കി ദൂരേക്ക് പോയത്. എനിക്ക് ഉറപ്പുണ്ട് സുമേ, നിനക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ എൻ്റെ മോള് മാത്രമേ കാണൂ. അച്ഛന്റെ വാക്കുകൾ അവിടെ മനസ്സിലേക്ക് ഓടിയെത്തി. അച്ഛൻ ഇന്ന് എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കുന്നത് രാത്രി കിടക്കുന്ന അച്ഛന്റെ നെഞ്ചിലാണെന്ന സങ്കല്പത്തിലാണ്. ഓരോന്നായി അച്ഛനോട് എണ്ണിപ്പറയും. മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അച്ഛനെല്ലാം മൂളി കേൾക്കും. ഒടുവിൽ നെറുകയിലൊരു മുത്തം സമ്മാനിക്കും. അച്ഛൻ്റെ അമ്മക്കുട്ടി വിഷമിക്കണ്ട, എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്. ഇന്ന് മോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് പകരം സന്തോഷം നിറഞ്ഞൊരു ജീവിതം കിട്ടും. നെഞ്ചിലെ നോവ് കണ്ണുനീരായി തലയിണയെ കുതിർക്കുകയാണ്. ഒരു പെൺകുട്ടി രാജകുമാരിയായി ജീവിക്കുന്നത് അവളുടെ അച്ഛനുള്ള കാലം മാത്രമാണെന്ന് അനുഭവം തെളിയിച്ചു കഴിഞ്ഞു. ജോലി കഴിഞ്ഞ് വിയർത്തു കുളിച്ച് വന്നയുടൻ ആദ്യം അച്ഛൻ അന്വേഷിക്കുക തന്റെ മക്കളെയായിരുന്നു. കയ്യിലെ പലഹാരപ്പൊതി തുറന്ന് 3 പേർക്കും വീതിച്ചു കൊടുത്ത് അവർ കഴിച്ചു തീരും വരെ അച്ഛൻ നോക്കിയിരിക്കും. 6 വർഷം മുമ്പ് അച്ഛൻ മരിക്കുന്നവരെ കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും ജീവിതം സ്വർഗതുല്യമായിരുന്നു. അച്ഛന്റെ അഭാവമെല്ലാം തകർത്തു. ഓർമ്മകളിലേക്ക് പതിവ് പോലെ മനസ്സ് തിരിഞ്ഞടക്കുകയാണ്. പക്ഷേ ഇന്ന് ആ കൂട്ടത്തിൽ താൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ച മറ്റൊരു മുഖം കൂടിയുണ്ട്, ഗിരിയേട്ടന്റെ. ആദ്യമായി എപ്പോഴാണ് ഗിരിയേട്ടനെ കണ്ടത്? അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആ കൂടിക്കാഴ്ചക്കും സാക്ഷിയായത് അമ്പലവും ആൽമരവുമാണെന്ന് തോന്നുന്നു. അതെ, അവ്യക്തമായ ചില ചിത്രങ്ങൾ തെളിയുന്നുണ്ട്. അച്ഛൻ ശബരിമലയ്ക്ക് പോവാൻ മാറിയിട്ട നാളുകളാണത്. എല്ലാ ദിവസവും വൈകിട്ട് അച്ഛൻ അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിക്കും. അവളും കൂടെ പോകുമായിരുന്നു. അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ഉപദേവതകളായി ശിവനും അയ്യപ്പനും ദേവിയുമുണ്ട്. കുളി കഴിഞ്ഞ് അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് അച്ഛനും മറ്റു സ്വാമിമാരും കർപ്പൂരം കത്തിച്ച് തൊഴുത് ശരണം വിളിക്കും. അതിനുശേഷം അമ്പലത്തിന്റെ മതിൽക്കെട്ടിനകത്ത് ഭജനയുണ്ടാവും. ആ സന്ധ്യകളും ശരണഗീതങ്ങളും എണ്ണവിളക്കുകളുടെ പ്രകാശവും കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധവും അമൃതയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ ഒരു സന്ധ്യാനേരത്താണ് ഗിരി അവൾ ആദ്യമായി കാണുന്നത്.
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഭജന തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് അമ്പലത്തിന്റെ ഇടതുഭാഗത്തെ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ കൊഴിഞ്ഞു വീണ പൂക്കൾ പെറുക്കിയെടുക്കുകയായിരുന്നു അവൾ. ഇതൊക്കെ വാടിയതല്ലേ, എന്തിനാ എടുക്കുന്നേ? ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ഏകദേശം 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി. കയ്യിൽ ഒരു കെട്ട് വൈക്കോൽ, മുഷിഞ്ഞ പാന്റും ഷർട്ടുമാണ് വേഷം. വെറുതെ. അവൾ ചുമല് കൂച്ചി. നല്ല പൂ വേണം, ഞാൻ പറിച്ചുതരാം. വേണ്ട, ആരെങ്കിലും കണ്ട വഴക്ക് പറഞ്ഞാലോ? ആര് പറയാൻ? അവൻ ചിരിച്ചു. എന്നാലും വേണ്ട, അമ്പലത്തിലെ പൂക്കൾ ദൈവത്തിനുള്ളതല്ലേ, ദൈവത്തിനുള്ളത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ അതേ ചിരിയോടെ വൈക്കോൽ താഴെയിട്ട് ചെമ്പകമരത്തിന്റെ മുകളിലേക്ക് കയറി. അവിടെ ഒരു ചില്ല പിടിച്ച് കുലുക്കിയപ്പോൾ മഴ പെയ്യുന്നത് പോലെ പൂക്കൾ അവിടെ മേലേക്ക് പൊഴിഞ്ഞു വീണു.